മാങ്ങാണ്ടി ഗജ ഫ്രോഡാണ് എന്നതിന് ഇന്നത്തെ അവൻ്റെ ചില ദൃശ്യങ്ങൾ മാത്രം കണ്ടാൽ മതി. കേരളത്തിലെ ക്രിമിനലുകൾക്ക് ഇയാൾ ഒരു മാതൃക തന്നെയാണ്. എന്ത് തെണ്ടിത്തരമോ തെമ്മാടിത്തരമോ കാട്ടിയിട്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എങ്ങനെ നടക്കണമെന്നതിൻ്റെ സാമ്പിൾ ദൃശ്യം. ഗോവിന്ദച്ചാമി പോലും ചെയ്ത കൊടും കുറ്റകൃത്യത്തിന് ശേഷം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ വലിയ പതർച്ചയുണ്ടായിരുന്നു. പക്ഷേ 2 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തി 2 കുഞ്ഞുങ്ങളെ, അതും ഈ ഭൂലോകം പോലും കാണാത്ത 2 കുഞ്ഞുങ്ങളെ, ആ കുഞ്ഞുങ്ങളെ കൊന്നവൻ്റെ ക്യാമറ അഭിനയം ഒന്ന് നോക്കണേ. 14 ദിവസം മുങ്ങി നടന്നവൻ അതൊക്കെ ചെയ്തത് മറ്റാരോ ആണെന്ന നിലയിലുള്ള ആ ക്യാമറ അഭിനയം കണ്ടില്ലേ? ഇനി സ്വന്തം തള്ളയെ കൊന്നിട്ടോ സഹോദരിയെ പീഡിപ്പിച്ചിട്ടായാലും ക്യാമറയ്ക്ക് മുന്നിൽ ഹൂ കെയർ ശൈലി തകർത്ത് അഭിനയിക്കും. അറപ്പെട്ട കോഴി പുരപ്പുറത്ത് കയറുമെന്ന് കേട്ടിട്ടില്ലേ? അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ മാങ്ങാണ്ടി. ഈ ദൃശ്യം കണ്ടില്ലേ? മാധ്യമങ്ങൾ വളഞ്ഞു നിന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഹൂ കെയർസ് എന്ന മട്ടിൽ ചായ കുടിച്ച് ആഘോഷിച്ച് ഉല്ലസിക്കുന്നു. രാഹുൽ മാങ്ങാണ്ടി എന്ന താൻ ചെയ്ത ഈ കൊടും പാതുകങ്ങൾ അതൊന്നും ഞാനല്ല ചെയ്തതെന്നുള്ള മട്ടിലുള്ള ഈ ചായ കുടിച്ചുകൊണ്ടുള്ള ഇരിപ്പ് കണ്ടില്ലേ? ഈ ഇരിപ്പിലുണ്ട് ഇവനെന്ന ഫ്രോഡിൻ്റെ യഥാർത്ഥ മുഖം. പാർട്ടിയിൽ നിന്ന് പോലും പുറത്താക്കിയിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ മേക്കപ്പിട്ട് അണിഞ്ഞൊരുങ്ങി വന്ന് വോട്ട് ചെയ്ത് ചായയും കുടിച്ച് പൊതുജനത്തിനെ വെറും കഴുതയാക്കിയാണ് ഇവൻ കടന്നുപോയത്. ഇനിയെങ്കിലും സമൂഹം മനസ്സിലാക്കുക, ആട്ടിൻ തോലിട്ട ചെന്നായയാണ് ഈ മാങ്ങാണ്ടിയെന്ന്, അല്ലെങ്കിൽ ഒരു ഉഗ്രൻ ഗജ ഫ്രോഡാണ് ഈ മാങ്ങാണ്ടിയെന്ന്.